ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാന്റെ മുന്നറിയിപ്പിൽ കാര്യമില്ലെന്ന് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ നിരീക്ഷണം. അമേരിക്കയും സഖ്യകക്ഷികളും കൈവിട്ട പാകിസ്ഥാന്റെ കൈവശം കാര്യമായ ആയുധങ്ങളുടെ ഏറ്റവും പുതിയ പോർ വിമാനങ്ങളോ ഇല്ല. പഴയ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ F-16S പോർ വിമാനങ്ങളും ചൈനയിൽ നിന്നെത്തിയ ചില പഴയ പോർ വിമാനങ്ങളുമാണ് പാക് വ്യോമസേനയുടെ കൈവശമുള്ളത്. പ്രതിരോധ ടെക്നോളജിയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാനുള്ള 1% ആധുനിക ടെക്നോളജി പോലും പാകിസ്ഥാന്റെ കൈവശമില്ലെന്ന് തെളിയിച്ച കാര്യമാണ്. സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ ഭീകര ക്യാമ്പ് ആക്രമണം നടന്നിട്ടും പാക് വ്യോമസേന ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ റഡാർ ടെക്നോളജിയും മറ്റു സംവിധാനങ്ങളും ഏറെ പഴയതാണ്. റഡാർ ടെക്നോളജി നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇസ്രയേലിന്റെ സംവിധാനങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ DRDO തന്നെ പുതിയ റഡാർ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇസ്രയേൽ അതിർത്തി കടന്ന് ഒരിക്കൽ പോലും ഭീകരർ ആക്രമണം നടത്തിയ ചരിത്രമില്ല. കാരണം അവരുടെ റഡാർ മറ്റു അതിർത്തി നിരീക്ഷണ സംവിധാനങ്ങളാണ്. ഇതിൽ മിക്ക ടെക്നോളജിയും ഇന്ത്യയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ പാകിസ്ഥാന്റെ പഴയ പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നാൽ തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. റഡാർ സംവിധാനങ്ങളെല്ലാം സജീവമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിറാഷ് 2000 പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടക്കും മുൻപേ നടത്തിയ നിരീക്ഷണങ്ങളുടെ കണക്കെടുത്താൽ പാക് വ്യോമസേനയുടെ കണ്ണു തള്ളും. നിരീക്ഷണത്തിന് ഹൈറോൺ ഡ്രോണുകളും നേത്ര വിമാനവും എല്ലാം വലിയ ദൗത്യമാണ് നിർവഹിച്ചത്. സാങ്കേതികപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ കണ്ണുവെട്ടി അതിർത്തി ലംഘിച്ചെത്തുക പാക് പോർ വിമാനങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ ആക്രമണം നടത്തിയ അന്നു രാവിലെ തന്നെ അവരുടെ F-16S പോർ വിമാനങ്ങൾ രാജ്യാന്തര അതിർത്തിയിലേക്ക് വന്നെങ്കിലും പെട്ടെന്ന് പിന്മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.